പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെയും ഈ വചന ശുശ്രൂഷ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനുമായി ഈശോയുടെ നാമത്തിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് കനിഞ്ഞു നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ നമുക്കായി ശുഭമായ ഭാവി ഒരുക്കി കാത്തിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുനാൾ മുതലേ ഒരുപാട് ആത്മവിശ്വാസം നൽകിയ, ജീവിതത്തെ ധൈര്യപ്പെടുത്തിയ ഒരു വചനമാണ് ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ തിരുലിഖിതം. വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രതീക്ഷയും നൽകുന്ന പദ്ധതി. നമുക്ക് ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെക്കുറിച്ചും പല പ്രതീക്ഷകളുണ്ട്. കുഞ്ഞുനാളായിരുന്നപ്പോൾ ഏതൊരു കുട്ടിയോടും, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ചെന്നു കുട്ടികളെ ഒരുമിച്ച് കൂട്ടി അവരോട് സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ അവരോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ അംബിഷൻ? എന്താണ് നിങ്ങളുടെ ആഗ്രഹം? വലുതാകുമ്പോൾ നിങ്ങൾക്ക് ആരായി തീരണം? ഈ ഒരു ചോദ്യം ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ വാതോരാതെ മറുപടി പറയും. അവരുടെ സ്വപ്നങ്ങൾ അവർ പങ്കുവെക്കും. എനിക്കൊരു ഡോക്ടറാകണം, എനിക്കൊരു എൻജിനീയർ ആകണം, എനിക്കൊരു വൈദികനാകണം, എനിക്കൊരു സിസ്റ്റർ ആകണം, എനിക്കൊരു പൈലറ്റ് ആകണം, എനിക്കൊരു ആർമി ഉദ്യോഗസ്ഥനാകണം, പോലീസാകണം. ഇങ്ങനെ പോകുന്നു ആ നീണ്ട നിരകൾ. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ചും ഒരുപാട് പേർ ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ വലിയൊരു സത്യമുണ്ട്. മറ്റുള്ളവർ പ്രവചനം നടത്തിയതുപോലെയോ നമ്മൾ ആഗ്രഹിച്ചതുപോലെയോ ഒന്നുമല്ല നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഇടയ്ക്ക് അച്ഛനെ കാണുവാൻ വേണ്ടി ഒരു കുടുംബം കണ്ടു പ്രാർത്ഥിച്ച് അവരുടെ കുടുംബ ജീവിതത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനായി ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നു. ഒരു ഭാര്യയും ഭർത്താവും 3 കുട്ടികളും, 8, 10, 12 വയസ്സുള്ള 3 ചുണക്കുട്ടികളായിട്ടുള്ള 3 കുട്ടികൾ. അപ്പം അവര് മുറിയിൽ കയറ്റി അവരെ ഇരുത്തി സംസാരിക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ഇവർ ഏകദേശം 1 മണിക്കൂർ സമയത്തോളം ഈ ഭാര്യയും ഭർത്താവും അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചുമൊക്കെ പങ്കുവെക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഈ 1 മണിക്കൂർ സമയം ഇവർ എൻ്റെ മുറിയിൽ പ്രാർത്ഥനയിലും പങ്കുവെക്കലിലുമായി ചിലവഴിച്ചപ്പോൾ അവർ സമയം കണ്ടെത്തിയത് മുഴുവൻ അവരുടെ 3 കുഞ്ഞുങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കും, ഈ 3 കുഞ്ഞുങ്ങളും അവിടെയുണ്ടോ? ഒരു തവണ ഈ അമ്മ അല്പം സങ്കടത്തോടെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ അച്ഛ, നല്ല കുഞ്ഞുങ്ങളാണ് 3 പേരും. പക്ഷേ ചില സമയത്തെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ, അവരുടെ സംസാര രീതി കണ്ടാൽ, അച്ഛ, ഞാൻ പലപ്പോഴും ഓർത്തു പോയിട്ടുണ്ട്, നാളെ ഇതുങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? ഈശോയെ, ഇതുങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും? ആ അമ്മ കുറച്ചു നേരം അവരുടെ വികൃതിത്തരങ്ങൾ കൂടി പറഞ്ഞ് അല്പനേരം ഇരുന്ന് കരഞ്ഞു. ആ ജീവിത പങ്കാളി അദ്ദേഹവും അവരുടെ സങ്കടത്തിൽ പങ്കുചേർന്നു. പ്രിയപ്പെട്ടവരെ, നല്ല മിടുക്കരായിട്ടുള്ള 3 കുട്ടികള്, നല്ല കുഞ്ഞുങ്ങള്, പക്ഷേ അവരുടെ ചില പ്രവർത്തികള്, രീതികൾ കാണുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളു മുഴുവൻ വേവലാതിയാണ്. നാളെ ഇതുങ്ങളുടെ ഭാവി എങ്ങനെയായിട്ട് തീരും? ഇവര് കരഞ്ഞും പദം പറഞ്ഞും ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പങ്കുവെച്ച് പ്രാർത്ഥിച്ച് തിരികെ പോയപ്പോൾ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് സായാഹ്നത്തിൽ ഞാൻ കടന്നു ചെന്നു പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരുന്നു. ആ സമയത്ത് എൻ്റെ ചിന്ത മുഴുവൻ അന്ന് പകൽ സമയത്ത് എന്നെ വന്നു കണ്ട ഈ ഭാര്യയെക്കുറിച്ചും ഈ ഭർത്താവിനെ കുറിച്ചും അവരുടെ ഈ 3 കുട്ടികളെ കുറിച്ചുമായിരുന്നു.
ഇതേപോലുള്ള ഒരുപാട് കുടുംബങ്ങൾ പലതവണ നമ്മളോട് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെയും അനുഭവങ്ങൾ, പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, ഭാവിയെക്കുറിച്ച് ചെറുപ്പത്തിലുണ്ടായിരുന്ന പ്രതീക്ഷകൾ, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈശോയുടെ മുൻപിലിരുന്ന് ഒരു ചോദ്യം ഉയർന്നു വന്നു. ഈശോയെ, ആർക്കാണ് നീ ഒരുക്കിയിരിക്കുന്ന ഭാവി സ്വന്തമാക്കാനായിട്ട് കഴിയുക? സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 17-ഉം 18-ഉം തിരുവചനത്തിലൂടെയാണ് ഈ ഒരു ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം നൽകിയത്. അതായത് എൻ്റെ ചോദ്യം ഇതായിരുന്നു: കർത്താവേ, നീ എനിക്കായി ഒരുക്കിയിരിക്കുന്ന ശുഭമായ ഭാവി അതെങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുക? അതെങ്ങനെയാണ് ഞാൻ കണ്ടെത്തുക? വചനം ഇങ്ങനെയാണ്: എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. കർത്താവ് വാഗ്ദാനം ചെയ്ത ആ ഭാവി ആർക്കാണ് ലഭിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ നമ്മളെ പഠിപ്പിക്കുന്നു. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്കുള്ളതാണ് ശുഭമായ ഭാവി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഉയർന്നു വന്ന അടുത്ത ഒരു ചോദ്യം, ഒരു കുഞ്ഞിൻ്റെ മനോഭാവത്തോടെ ഞാൻ ഈശോയോട് ചോദിച്ചു: ഈശോയെ, ഈ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? എൻ്റെ അടുത്ത് വരുന്നവരോട് നീ ദൈവഭക്തിയിൽ വ്യാപരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എന്താ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? വീണ്ടും കർത്താവ് വചനത്തിലൂടെ വ്യക്തതയോടെ സംസാരിച്ചു. അതായത് സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 13-ാം തിരുവചനത്തിലൂടെയാണ് വ്യക്തമായി ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പരിശുദ്ധാത്മാവ് അവിടെ വ്യക്തതയോടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ തിന്മയെ ഉപേക്ഷിക്കലാണ്. വീണ്ടും ആ വചനത്തോട് ചേർത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് കർത്താവ് വെറുക്കുന്നത് എന്ന് അവിടുന്ന് വ്യക്തതയോടെ നമ്മളെ പഠിപ്പിച്ചു. 4 കാര്യങ്ങളാണ് അവിടുന്ന് പറയുന്നത്: അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, അവന് ഐശ്വര്യമായൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ അവൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവൻ തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അഹംഭാവം, ഞാനെന്ന ഭാവം നമ്മൾ തിരിച്ചറിയണം. ഒരു വ്യക്തിയുടെ കഴിവും അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും കെടുത്തിക്കളയുന്ന ഒരു തിന്മയാണ് അഹംഭാവം, അല്ലെങ്കിൽ ഞാനെന്ന ഭാവം. കർത്താവ് വ്യക്തതയോടെ പറയുന്നത്: ഞാൻ ഒരുക്കിയ ശുഭമായ ഭാവി നിനക്ക് വേണോ? നിന്റെ ജീവിതത്തിൽ നിന്ന് നീ അഹങ്കാരം ഒഴിവാക്കണം, ഗർവ് ഒഴിവാക്കണം. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 18-ാം തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്: അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ്. അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ്. അഹന്ത അധപതനത്തിന്റെയും എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുൻപിൽ ഒരുപാട് ഉയർന്നു നിൽക്കുക. അഹങ്കരിച്ചതിന്റെ, തന്നിഷ്ടം കാണിച്ചതിന്റെ ഫലമായി വീണുപോയ ഒരുപാട് മനുഷ്യരുടെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിന് മുൻപിലുണ്ട്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ തിരുലിഖിതത്തിൽ പരിശുദ്ധാത്മാവ് അപ്പസ്തോലനിലൂടെ ഒരു ക്രൈസ്തവ വിശ്വാസി സ്വീകരിക്കേണ്ട അടിസ്ഥാന മനോഭാവത്തെ കുറിച്ച് പഠിപ്പിക്കുക. വചനം പറയുകയാണ്: കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നീ താഴ്മയോടെ വ്യാപരിക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്. ആരാണ് ജീവിതത്തിൽ കർത്താവിനാൽ ഉയർത്തപ്പെടുക? ഒരേ ഒരു വ്യക്തി മാത്രം. ആരാണോ ദൈവസന്നിധിയിൽ എനിക്കുള്ളതെല്ലാം കർത്താവിൻ്റെ ദാനമാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുക, അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. തക്ക സമയത്ത്, മനുഷ്യന് വിചാരിക്കുന്ന സമയത്ത്, കർത്താവ് വിചാരിക്കുന്ന സമയത്ത്. ആ സമയത്തിന് പറയുന്ന പേരാണ് തക്ക സമയം. ആ സമയത്ത് ദൈവം അവനെ ഉയർത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ചില വസ്തുതകളുണ്ട്. ദൈവഭക്തിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന വലിയൊരു വരമാണ്
ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ജീവിക്കാനുള്ള വലിയൊരു കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവഭക്തർക്ക് നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ എപ്പോഴും സ്വസ്ഥതയോടെ ജീവിക്കാമെന്ന് നമ്മൾ ആരും വ്യാമോഹിക്കേണ്ട. എപ്പോഴും സംതൃപ്തിയോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാമെന്ന് നമ്മൾ ആരും കരുതരുത്. അങ്ങ് ആ രീതിയിലുള്ള വിഡ്ഢികളായി നമ്മൾ മാറരുത്. കാരണം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും ഇത് രണ്ടും കൂടെ ഇടചേർന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക്, വാർത്താ മാധ്യമങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ചില വസ്തുതകളുണ്ട്. വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ പോലും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് ഓടിയെത്തുമ്പോൾ ഭയപ്പെട്ട് നിരാശപ്പെട്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരെ അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് വീണ്ടും ആലോചിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്ര വേഗത്തിൽ, അതും വിശ്വാസത്തിൽ ആഴപ്പെട്ട് വിശ്വാസ ജീവിതം നയിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ അവർ നഷ്ടധൈര്യരാകുന്നത്? പ്രതീക്ഷയില്ലാത്ത മനുഷ്യരെ പോലെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തക്ക വിധം ആ രീതിയിലേക്ക് ഈ മനുഷ്യൻ എങ്ങനെയാണ് അധപതിക്കുന്നത്? ജോബിന്റെ പുസ്തകം 8-ാം അധ്യായം 13-ാം തിരുലിഖിതം. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും. ഇതേ രീതിയിൽ ജീവിതത്തെ മുൻപോട്ട് നടത്തുന്ന മനുഷ്യരാണ് നമ്മൾ എല്ലാവരും. ഒരുപാട് സങ്കടങ്ങളും വേദനകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകാറുണ്ട് നമ്മൾ. അതുകൊണ്ടാണ് ഈ വചനത്തിന് ദൈവസന്നിധിയിൽ പ്രത്യേക വിലയുള്ളത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദുരനുഭവം, ഒരു മരുഭൂമി അനുഭവം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ വചനം പറയുന്നു അവൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിലും ദൈവഭക്തിയിൽ, ദൈവസ്നേഹത്തിൽ, ദൈവ പരിപാലനയിൽ അവൻ ഇതുവരെയും ആഴപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിന്ന് പ്രതിസന്ധികളെ നേരിടാൻ തക്കവിധം ആത്മവിശ്വാസം തകർന്നു പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വചനം തരുന്ന, പരിശുദ്ധാത്മാവ് തരുന്ന ഒരേ ഒരു ഉത്തരം ഇതാണ്. വചനം പറയുന്നു, ദൈവഭക്തിയില്ലാത്തവന്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആത്മവിശ്വാസമില്ലാതെ, പ്രതീക്ഷയില്ലാതെ മനുഷ്യൻ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നു, നീ നിന്റെ ദൈവഭക്തിയിൽ ഇനിയും ആഴപ്പെട്ടിട്ടില്ല. അതായത് തിന്മയുടെ മാർഗങ്ങളെ ഉപേക്ഷിച്ച് തമ്പുരാന്റെ നന്മയുടെ മാർഗത്തിലൂടെ ചരിക്കുവാൻ നീ ഇനിയും വിഷമതകൾ പ്രകടിപ്പിക്കുന്നു, നീ ഇനിയും തയ്യാറാകുന്നില്ല എന്നതാണ് അതിനർത്ഥം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തിയില്ലാത്ത കുടുംബവും വ്യക്തികളും സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷരാകും. അതായത് ഒരു കുടുംബം എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ആ കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും ദൈവഭക്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം നയിക്കുന്ന വ്യക്തികളും ഭവനവുമാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തും ഒരുപാട് ധനവും എല്ലാം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമൃദ്ധി മാത്രമല്ല. നമ്മൾ ആ രീതിയിൽ അതിനെ മനസ്സിലാക്കരുത്. മറിച്ച് ആ കുടുംബത്തിലേക്ക് എന്ത് പ്രതിബന്ധം കടന്നു വന്നാലും, ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കടന്നു വന്നാലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, വിശ്വാസത്തിൽ വേരുറച്ചു നിന്നുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ തക്ക വിധം ദൈവം ആ കുടുംബത്തെ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ വചനം വ്യക്തതയോടെ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം തിരുവചനം. വചനം എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. എങ്ങനെയാണ് ഒരു കുടുംബം നിർവീര്യമാവുക? എങ്ങനെയാണ് ഒരു കുടുംബം നശിച്ചു പോവുക? ആ വചനമാണ് പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതത്തിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരിക. വചനം അച്ഛൻ വായിക്കുകയാണ്. ദൈവഭക്തിയിൽ ദൃഢതയും
തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവഭക്തിയിൽ ആഴപ്പെടാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് രണ്ട് അടിസ്ഥാന ഭാവങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ദൈവഭക്തിക്ക് ദൃഢതയുണ്ടാകണം. രണ്ട്, ദൈവഭക്തിക്കൊരു തീക്ഷ്ണതയുണ്ടാകണം. ദൃഢതയും തീക്ഷ്ണതയും ഇത് വ്യക്തിക്ക് മാത്രമല്ല, ഒരു കുടുംബത്തിന് പൂർണ്ണമായിട്ടുണ്ടാകണം. ദൈവഭക്തിയില് ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം നാശത്തിലേക്ക് പോകും. ആ കുടുംബം നശിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ, ദൈവഭക്തിയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതും ദൈവഭക്തിയിലുള്ള ആഴപ്പെടലാണ് അവന്റെ ഐശ്വര്യം സുസ്ഥിരമാക്കി നിർത്തുന്നത് എന്നും വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട വലിയ ഒരു സത്യമുണ്ട്. അതായത്, ദൈവഭക്തിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്ന നന്മകളുണ്ട്. അതുകൂടി നമ്മൾ കാണണം. എങ്കിൽ മാത്രമേ ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും പുലർത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. 3 നന്മകളാണ് ദൈവം അല്ലെങ്കിൽ സ്വർഗം അവർക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുക. 3 നന്മകൾ. ഈ നന്മകൾ അല്ലെങ്കിൽ ദൈവഭക്തിയിൽ ആഴപ്പെടുന്ന വ്യക്തിക്ക് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. നീ അനുഗ്രഹിക്കപ്പെടണമോ? നിന്റെ കുടുംബത്തിന് മഹത്വം ഉണ്ടാകണമോ? ദൈവഭക്തിയിൽ ആഴപ്പെടുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി തരുന്ന ഒരുക്കി വച്ചിരിക്കുന്ന പ്രതിഫലങ്ങൾ എന്താണെന്ന് നീ തിരിച്ചറിയണം. ആ പ്രതിഫലങ്ങൾ 3 എണ്ണമാണ്. 1, സമ്പത്ത്. 2, ജീവൻ. 3, ബഹുമതി. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്, മനുഷ്യൻ ജീവിക്കുന്നത് മുഴുവൻ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 1, സമ്പത്തുണ്ടാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. എനിക്ക് ദീർഘായുസ് ഉണ്ടാകണം, ജീവൻ ഉണ്ടാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. സമൂഹത്തിലും കുടുംബത്തിലും ഞാൻ എവിടെയൊക്കെ ആയിരുന്നാലും എനിക്ക് ബഹുമതി ലഭിക്കണമെന്ന്, ബഹുമാനം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. മനുഷ്യന്റെ അടിസ്ഥാനപരമായ 3 ആഗ്രഹങ്ങൾ: സമ്പത്ത്, ജീവൻ, ബഹുമാനം. വചനം വാഗ്ദാനം ചെയ്യുകയാണ്, കർത്താവ് വാഗ്ദാനം ചെയ്യാണ്, ഇത് 3ഉം ഞാൻ നിങ്ങൾക്ക് തരും, പക്ഷേ നിങ്ങൾ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചന വിചിന്തനം അവസാനിക്കുമ്പോൾ നമ്മൾ ഭാവിയെക്കുറിച്ച് തുടങ്ങി. ആർക്കാണ് ശുഭമായ ഭാവിയുള്ളത്? ഇനി ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ വചന വിചിന്തനം അവസാനിക്കുക. ആർക്കാണ് ഭാവി ഇല്ലാത്തത്? ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാവരും. ആർക്കാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന ശുഭമായ ഭാവി ഇല്ലാത്തത്? സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം 20-ാം തിരുവചനത്തിലൂടെ കർത്താവ് വളരെ വ്യക്തതയോടെ അതും നമ്മളെ പഠിപ്പിച്ചു തരുന്നു. വചനം പറയുകയാണ്, എന്നാൽ തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഇനി മനസ്സിന് അസ്വസ്ഥതകൾ വേണ്ട, വേവലാതികൾ വേണ്ട. നാളെ എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാകും എന്നുള്ള ചിന്ത മാതാപിതാക്കൾക്ക് വേണ്ട. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, തമ്പുരാൻ പറഞ്ഞു തരുന്നു, തമ്പുരാന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നീ ദൈവഭക്തിയിൽ വ്യാപൃതനാവുക, നീ ദൈവഭക്തിയിൽ ആഴപ്പെട്ടുകൊള്ളുക. ആ ദൈവഭക്തി നിന്റെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക. അവരുടെ ഭാവി ഞാൻ സുരക്ഷിതമാക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂടെയായിരിക്കുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ നമ്മോടൊത്തായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന എവിടെയൊക്കെ എഴുന്നള്ളിയിരിക്കുന്നുവോ അവിടെയൊക്കെ വിശുദ്ധരുടെ സാന്നിധ്യമുണ്ട്, അവരുടെയൊക്കെ മാലാഖമാരുടെ സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ സമയത്ത്
നമ്മൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവെ, ഈ സമൂഹത്തിലേക്ക് നിന്റെ ശക്തമായ ശക്തി വിശേഷം പ്രകടിപ്പിക്കണമേ, അടയാളങ്ങൾ സംഭവിക്കണമേ, അത്ഭുതങ്ങൾ സംഭവിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിന്നെ ഈ ലോകത്തിൽ ഈ സമയത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരിലേക്കും കുടുംബങ്ങളിലേക്കും കർത്താവെ നിന്റെ ദിവ്യശക്തി ഈ സമയം ശക്തിയോടെ വ്യാപരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, ദൈവഭക്തി ഉണരട്ടെ, ദുർമാർഗങ്ങൾ ഉപേക്ഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദുർവചനങ്ങൾ പറയാതെ അങ്ങേ സ്നേഹിക്കുന്ന വചനങ്ങൾ, ആത്മാവിനെ ഉണർത്തുന്ന വചനങ്ങൾ പറയുവാൻ കേൾക്കുവാൻ കർത്താവേ കൃപയെടുക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് എഴുന്നള്ളി വന്ന അങ്ങ് കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങേ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മേൽ അങ്ങേ ശക്തി ഈ നിമിഷം വ്യാപരിക്കട്ടെ. കർത്താവേ, ഈ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും നിന്റെ ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരും വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ ഓഫീസിലായിരിക്കാം, നിങ്ങൾ യാത്ര ചെയ്യുകയായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലായിരിക്കാം, എവിടെയും ആയിക്കൊള്ളട്ടെ, പരിശുദ്ധ പരമകാരുണ്യം എഴുന്നള്ളിയിരിക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ നിങ്ങളുടെ എല്ലാ യാതനകളും നിങ്ങളുടെ എല്ലാ വേദനകളും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈശോ സർവശക്തനാണ്. നമ്മളെ തൊടുവാൻ, നമ്മളെ സൗഖ്യപ്പെടുത്തുവാൻ, നമ്മളെ വിശുദ്ധീകരിക്കുവാൻ കർത്താവിന് സാധിക്കും. പ്രാർത്ഥിക്കുക. എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കട്ടെ, എല്ലാ മാതാപിതാക്കളും പ്രാർത്ഥിക്കട്ടെ, എല്ലാ യുവതി യുവാക്കളും പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ വ്യാപരിക്കുവാൻ, ദൈവഭക്തിയിൽ ഓരോ ദിവസവും വളർന്നു വരുവാനുള്ള കൃപ തരണമേ എന്ന് പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥിക്കുക. നീ കണ്ണുകൾ ഉയർത്തി ഈശോയെ തന്നെ സൂക്ഷിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, വചനം പറഞ്ഞു വെച്ചുവല്ലോ, അതായത് ദൈവഭക്തിയിൽ എനിക്ക് വളരുവാൻ സാധിക്കണമെങ്കിൽ ഞാൻ 4 കാര്യങ്ങൾ ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ. അഹങ്കാരം, ഗർവ്, ദുർമാർഗങ്ങൾ, ദുർവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ അവസ്ഥയിൽ കഴിയുന്ന എല്ലാ മനുഷ്യരും തങ്ങളുടെ എല്ലാ ബലഹീനതകളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിക്കട്ടെ. അഹങ്കാരത്തിന്റെ, ഞാനെന്ന ഭാവത്തിന്റെ, തൻ്റെ ഇടത്തിന്റെ, ധിക്കാരത്തിന്റെ സ്വഭാവ വൈകല്യങ്ങളുള്ള എല്ലാവരും ഈ സമയത്ത് കർത്താവിനോട് എളിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വചനം പറയുന്നു, എളിമയുള്ളവരെ കർത്താവ് ഉയർത്തുന്നു. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് എല്ലാ ബലഹീനതകളും അനുസരിക്കാൻ പറ്റാത്ത അവസ്ഥ, വിശുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മാതാപിതാക്കളെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല, അധ്യാപകരെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല, മേലധികാരികളെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് അനുസരണമെന്ന വലിയ പുണ്യം അഭ്യസിക്കാൻ സാധിക്കുന്നില്ല. കർത്താവിന് സമർപ്പിക്കുക. ഈ സമയത്ത് ഇതിലൂടെ വന്നു പോയിട്ടുള്ള സങ്കടങ്ങൾ കർത്താവിന് സമർപ്പിക്കുക. കൃപയൊഴുകുന്ന സമയമാണ്, വിശുദ്ധീകരിക്കപ്പെടുന്ന സമയമാണ്. തൻ്റെ ഇടത്തിന്റെയും ധിക്കാരത്തിന്റെയും ദുരാത്മാക്കളെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം ഈ സമയം നിർവീര്യമാക്കുന്ന സമയമാണ്. എല്ലാ മക്കളും ഈശോയെ നോക്കി പ്രാർത്ഥിക്കുക. എളിമ കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഓർമ്മിച്ചു കൊള്ളുക, ദുർമാർഗങ്ങളിലൂടെ ചരിക്കുന്നവർക്ക് കർത്താവ് ഒരിക്കലും ഐശ്വര്യം സ്ഥിരമായി നൽകുന്നില്ല. പാപത്തിന്റെ വഴികളിലൂടെയുള്ള എൻ്റെ എല്ലാ നടപ്പും തെറ്റായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളായിരിക്കാം, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കാം, സോഷ്യൽ മീഡിയാസ്, അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളോടുള്ള എൻ്റെ സ്നേഹബന്ധങ്ങൾ, ഇതൊക്കെ കർത്താവിന് ഹിതകരമല്ലാത്ത ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ദുർമാർഗത്തിലൂടെ ചരിക്കുന്ന ഒരു മനുഷ്യന് ദൈവം ഐശ്വര്യം കൊടുക്കുന്നില്ല, അനുഗ്രഹം അവൻ്റെ മേൽ വർഷിക്കുന്നില്ല, അവൻ്റെ കുടുംബത്തിന് മേൽ വർഷിക്കുന്നില്ല എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, കർത്താവെ നല്ല മാർഗത്തിലൂടെ നടന്നു നീങ്ങുവാൻ, കർത്താവെ കൃപ
കൃപയുടെ അനുഗ്രഹത്തിന്റെ ഒരു കുടുംബമാകുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയാ. യേശുവേ ആരാധന. സ്തുതിക്കട്ടെ, എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, ദുർമാർഗങ്ങളിൽ നടക്കുന്ന എല്ലാ വ്യക്തികളുടെയും ബന്ധനങ്ങൾ അഴിയട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമൂഹങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ജെറമിയ പ്രവചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നീ വിലകെട്ട കാര്യങ്ങൾ പറയരുത്. നീ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ നിന്നെ ഞാൻ എൻ്റെ നാവ് പോലെയാക്കും. അതായത് അനുഗ്രഹത്തിന്റെ നാവായി നമ്മുടെ അധരങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കുമെന്ന് പ്രവാചകനിലൂടെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, എൻ്റെ നാവ് കൊണ്ട് ഞാൻ ചെയ്യുന്ന പാപങ്ങൾ എത്രയോ വ്യക്തികളെ ഞാൻ മുറിപ്പെടുത്തി, എത്രയോ വ്യക്തികളെ ഞാൻ വേദനിപ്പിച്ചു. കർത്താവ് ഈ നിമിഷം ആഗ്രഹിക്കുകയാണ്, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും വചനം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടണം. പരിശുദ്ധ കുർബാന നാവിലേക്ക് സ്വീകരിക്കുന്ന നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടണം. എല്ലാവരിലേക്കും നന്മ ചൊരിയുന്ന, അനുഗ്രഹം ചൊരിയുന്ന വിശുദ്ധ ജനമായി നമ്മൾ മാറണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലപ്പെടുത്തുമെന്ന വചനം നമുക്ക് പ്രിയപ്പെട്ടവരെ ഓർക്കാം. അധികാരികളെ, സ്നേഹിതരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ വാക്കുകളിലൂടെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് മനസ്തപിക്കാം. കാരുണ്യത്തിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി ഇറങ്ങി എൻ്റെ ഹൃദയത്തെ കഴുകണമേ, എൻ്റെ നാവിനെ കഴുകണമേ, എൻ്റെ ശരീരത്തെ കഴുകണമേ, എൻ്റെ ബുദ്ധിയെ കഴുകണമേ. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. രോഗശാന്തി ലഭിക്കുന്ന നിമിഷങ്ങളാണ്. ശരീരത്തിൻ്റെ മേഖലയിൽ കർത്താവ് സൗഖ്യം കൊടുക്കുന്ന സമയങ്ങളാണ്. നിന്റെ ബുദ്ധിയുടെ അന്ധകാരങ്ങളെ കർത്താവ് അഴിക്കുന്ന സമയമാണ്. വിശ്വാസത്തിലേക്ക് നിന്നെ വളർത്തുന്ന സമയമാണ്. രോഗസൗഖ്യം കർത്താവ് ഒഴുക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്ന്, അധരം തുറന്ന് ദിവ്യകാരുണ്യത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ആരാധന